Hi guys, good morning. Welcome to our new vlog. ഇന്ന് നമ്മൾ ആക്ച്വലി ഇവിടെ ഗോവയിൽ 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. സോ ടുഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ ഇൻ ഗോവ ആൻഡ് നോർത്ത് ഗോവയിൽ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി ഇവരൊക്കെ കാണിച്ചു കൊടുത്തു. ഇന്ന് സൗത്ത് ഗോവയിലേക്കാണ് പോകുന്നത്. ദ കാം, ഐ തിങ്ക് ദ മോർ ലക്ഷറിയസ് ആൻഡ് മൈ പേഴ്സണൽ ഫേവറേറ്റ് സൈഡ് ഓഫ് ഗോവയാണ് സൗത്ത് ഗോവ. സോ കുറച്ച് നല്ല സ്പോട്ട്സും ഫുഡ് ജോയിൻസും കഫേസും ബീച്ചസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് വൺ ഡേ രാവിലെ പോയിട്ട് രാത്രി നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നതായിരിക്കും. ആൻഡ് സൗത്ത് ഗോവ ആക്ച്വലി ഐ ലവ് ദാറ്റ് പ്ലേസ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല റിസോർട്ട്സും എല്ലാം ഉള്ളത് ഈ സൗത്ത് ഗോവയിലാണ്. അതുപോലെ തന്നെ കുറേ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ജോയിൻസ് ഒക്കെ സൗത്ത് ഗോവയിലാണ്. സോ അതെ, ഇവരെ കൊണ്ട് എനിക്ക് ആലോചിക്കാൻ വയ്യ, എനിക്ക് ട്രാക്ക് പാൻസ് പോലും ഇടാൻ വയ്യ. എന്നിട്ട് ഒരാൾ സ്വെറ്ററും ജീൻസും ഇട്ടാണ് ഗോവയിൽ നടക്കുന്നത്. ഇറ്റ് ഇസ് വെരി ഹോട്ട്, 32-33 ഡിഗ്രീസ് ഒക്കെ കണ്ടോ. രാവിലത്തെ ക്ലൈമറ്റ് കണ്ടോ, 36 ഡിഗ്രി. ഉച്ച എന്തായാലും വൈകുന്നേരം ആവാതെ വെളിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും റിസോർട്ടിലോ അല്ലെങ്കിൽ കഫേസോ വല്ല ഉള്ള സ്ഥലത്ത് പോയിരിക്കും. ശരിക്കും ഗോവൻ വൈബ്സ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ആ ഒരു ഓപ്പൺനെസ്, ഒരു ബീച്ച് തീം, കളർഫുൾ പോർച്ചുഗീസ് ഇന്റീരിയർ പോലത്തെ ഒരു സ്ഥലം, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് ഇവിടെ കുറച്ച് സെലിബ്രിറ്റീസ് ഫോട്ടോ ഒക്കെ ഉണ്ട് കാണിച്ചത്. ഇവിടെ വന്ന സെലിബ്രിറ്റീസ് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പോട്ട് ചെയ്യാം. അതെ, സച്ചിനുണ്ട്, രൺബീർ കപൂർ ഉണ്ട്, ഇർഫാൻ ഖാൻ, നാനാ പട്ടേക്കർ, അഫ്താബ്, ഇമ്രാൻ ഹാഷ്മി, സച്ചിൻ ടെണ്ടുൽക്കർ മൾട്ടിപ്പിൾ ടൈംസ്, അമിതാഭ് ബച്ചൻ, ഷാഹിദ് കപൂർ. പെണ്ണുങ്ങളാരെയും കാണുന്നില്ല. ഐശ്വര്യ റായ്. അടിപൊളി കേട്ടോ. എന്തൊരു വൈബാ അല്ലേ. നിങ്ങൾ എന്തായാലും ഗോവയിൽ വന്നു കഴിഞ്ഞാൽ എവിടെ താമസിച്ചാലും ഇവിടെ ഒന്ന് വരണേ. ഇവിടുത്തെ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ. ഫുഡ് ഇഷ്ടപ്പെടില്ലെന്നൊന്നും എനിക്കറിയില്ല, സ്ഥലം എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ വൈബല്ലേ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫോട്ടോ ഉണ്ട്, കുറേ പേരുണ്ട്. ഫോട്ടോ എടുത്തിട്ട് അവിടെ ഒട്ടിച്ച് വയ്ക്കാം, പോയി നോക്ക് ഫോട്ടോ. അല്ല, മടി എഴുന്നേറ്റ് പോവാൻ. ഒരു കിടിലൻ ബീഫ് റോസ്റ്റിൽ തന്നെ തുടങ്ങുവാണ്. മുതിയൻ അവിടെ ഇരിക്കുവാണ്. ക്വാണ്ടിറ്റി കണ്ടിട്ട് പേടിയാവുന്നു. മതി പ്രേമിച്ചത് ഭാര്യനെ. അത് ചെറിയ ടൊമാറ്റോ ആണ്, ഇഷ്ടപ്പെടില്ല. ഇത് നല്ല ടെൻഡർ ലോയിൻ പീസസ് പോലെയാണ്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ അമേസിംഗ് ടേസ്റ്റ്. ഉള്ളില്ല. ഒയ്യോ, ഇതൊക്കെ വെപ്രാള. എന്റെ വീഡിയോ എടുക്കാൻ പോലും സമയക്കുന്നില്ല കേട്ടാ. സംഭവല്ലേ, അതാണ് മാർട്ടിൻസ് കോർണർ, മനസ്സിലായ? സോ നല്ല കിടിലൻ ബീഫാണ്. ഓ, നല്ല മസാലയും ഭയങ്കര മൈൽഡാണ്. മീറ്റ് ഈസ് ഓൾസോ വെരി മൈൽഡ്. ദ ടെൻഡറസ്റ്റ് പാർട്ട് ഓഫ് ബീഫ് എവർ. പക്ഷേ അതിൻ്റെ ആ മസാലയും കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കത് വേറെ ബീഫിൻ്റെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഓ, ബ്രെഡ് കൂട്ടി കഴിക്കാൻ അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് പെട്ടെന്ന് തീരുമല്ലോ. അപ്പൊ cheers to our wonderful trip to Goa. ഓക്കെ, മറക്കാൻ പാടില്ലാത്തൊരു ട്രിപ്പായത്. ഒന്നും മറക്കില്ലല്ലോ. പിന്നെ മറവി കൂടില്ല, മറക്കില്ല. ഇത്രയും കാലം കഴിക്കണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞു. അതെ, ഇപ്പൊ ബിബിങ്ക വേണം. അപ്പൊ മറ്റേതാ സറഡൂര എന്നും പറഞ്ഞ അതും ഗോവനല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടോ ഒരു പോക്ക് ആംസോൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സോ ഇതിന്റെ ഒരു പോക്ക് സ്റ്റാർട്ടർ ആണ്. പോക്ക് ഡ്രൈ ഫ്രൈ ഉണ്ട്. എന്തിന്റെയാണ് ഇത്? കുറെ സവാളയൊക്കെ കാണാം കേട്ടോ ഇതില്. എല്ലാത്തിനും മുകളിലൊരു ചെറി ടൊമാറ്റോ ഉണ്ട്. ഇത് കണ്ടിട്ട് വളരെ മൈൽഡ്ലി സ്പൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നോക്കട്ടെ, പോർക്ക് എന്തായാലും നല്ല ക്വാളിറ്റി ആയിരിക്കും ഇവിടെ. ചൈനീസ് ഫ്ലേവർ ആണല്ലോ കിട്ടുന്നത്. അതാണ് ഒരു ഓൾമോസ്റ്റ് ഒരു സോയ ചില്ലി പോക്ക്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മൈൽഡ്ലി സ്പൈസ് ആണ്. ഒരു ഇന്ത്യൻ ടേസ്റ്റ് ഒന്നുമല്ല, കുറേ കൂടെ ഒരു കോണ്ടിനെന്റൽ ചൈനീസ് മിക്സ് പോലെ തോന്നുന്നത്. പക്ഷെ സ്പൈസിയാണ്. നല്ല കിഡിലൻ പോക്ക് എന്തായാലും. കുറച്ച് സ്റ്റീം ബൺ അല്ല സ്റ്റീം റൈസ്. ഇത് കഴിച്ചില്ല, ഇതും കൂടെ കഴിക്കാതെ പോകുന്ന. ഓ, നല്ല ഫ്രഷ്ലി ബേക്ഡ് ഗോവൻ പോയ് ബ്രെഡ്, കുറച്ച് പിക്കിള്. താന്തിര എടുക്കുന്നത് വേണ്ട. പിന്നെ അതെ, ഒരു ചിക്കൻ കഫ്രിയാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മെയിൻ കോഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിക്കാതെയാണ് നമ്മൾ ഗോവയിൽ നിന്ന് പോകാൻ പാടില്ല.
സോ ഗുഡ് ആൻഡ് യം ഓയ. ആൻഡ് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ ബ്രെഡിന്റെ ബേക്ക് ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് ലൈക്ക് ക്രേസി. എനിക്ക് തോന്നുന്നത് ഒരു പോർച്ചുഗീസ് ഫ്യൂഷൻ ആയിരിക്കും. ഇവിടുത്തെ വിൻഡാലും ഉണ്ടല്ലോ ശരിക്കും ചില്ലി പേസ്റ്റും വിനേഗറിന്റെയും എക്സാക്ട്ലി ഒരു സ്പൈസി പിക്കിൾ, അത് തന്നെയാണ് ഇവിടുത്തെ വിൻഡാലൂസിൻ്റെയൊക്കെ ടേസ്റ്റ്. ആൻഡ് ഫാറ്റ് ആ ഒരു മസാലയിലും കൂടെ കിട്ടിക്കഴിയുമ്പോൾ വേറെ ലെവലാണ്. ഇവരുടെ ഒരു ഡിസേർട്ട് ഉണ്ട് ചോക്ലേറ്റ്. ഇവിടെ ഓബിയസ്ലി ഇവരുടെ സെറാഡ്യൂറ ബെബിങ്ക അതൊക്കെ ഉണ്ട്, പക്ഷെ ഇവരുടെ ഒരു ചോക്ലേറ്റ് ഡെക്കഡൻ എന്ന് പറഞ്ഞ ഒരു ഡിസേർട്ട് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ കേക്ക് ബട്ട് ദർ ഇസ് നോ കേക്ക്. ഇറ്റ്സ് പ്യോർ ചോക്ലേറ്റ് ഓൺ ചോക്ലേറ്റ് ആൻഡ് വളരെ വളരെ എനിക്ക് ആൽക്കഹോൾ ഒട്ടും കൺസ്യൂം ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഐ വെരി അലർജിക്, വെരി സെൻസിറ്റീവ്. അപ്പോൾ അതിൽ എനിക്ക് കഴിക്കാൻ പറ്റിയ ആകെ കൂടെ കുറച്ച് മേ ബി 0.01 ആൽക്കഹോളിൻ്റെ ഒരു ഫ്ലേവർ ഉള്ള ഒരു സംഭവം ബിബിങ്ക കഴിച്ചിട്ട് പറ്റിച്ചു. എന്താ ഒരു വികാരം ഇല്ലാത്ത പറ്റിച്ച്. എനിക്ക് വേറെ ഡ്രസ്സായിട്ട് ഞാൻ ഓർഡർ ചെയ്തു, ഇവനെ സമ്മതിച്ചില്ല. ഇത് കഴിച്ചാൽ മതി എന്നും പറഞ്ഞു. എന്തേ ഇതിപ്പോ എന്താ സംഭവം? ചൂടല്ലോ ഐസ്ക്രീമിലൂടെ കഴിക്കണം. ഇത് നമ്മുടെ ശരിക്കും അലുവയില്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ. ഇത് ഇവരുടെ ഒരു ചോക്ലേറ്റ് ഡെക്കഡ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ മസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ചെയ്യേണ്ട ഒരു സാധനമാണ്. Just pure chocolate with little bit of that rum flavor. പ്ലം കേക്കിൻ്റെ ഒക്കെ ഒരു നല്ല റിച്ച് പ്ലം കേക്കിൻ്റെ റം കിട്ടില്ലേ, ആ ഒരു ഫ്ലേവർ ആയിട്ടുള്ള ക്രിമിനലാണ്, സ്മൂത്ത് ക്രിമിനലാണിത്. ഈ സാധനം ഇത്രയും കഴിച്ചിട്ട് കറക്റ്റ് 2500. വലിയ കുഴപ്പമില്ല, നല്ല 4 ഡിഷ് പറഞ്ഞാൽ പാടില്ലേ. പക്ഷേ ഇതിലൊരു സംഭവമുണ്ട്. ഇതിൽ 1 2 3 4 5 6ാമത്തെ ഐറ്റത്തിൻ്റെ സംഭവം നോക്ക്. 6ാമത്തെ ഐറ്റം എന്താ? 6ാമത്തെ എന്തായിരുന്നു? 6ാമത്തെ ടങ് റോസ്റ്റ്. ആദ്യമേ കഴിച്ച ബീഫ്. പിന്നെ ഈ സൗത്ത് ഗോവയിൽ ഒരു ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് പോകാൻ സമയം കിട്ടിയില്ല. പോകാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഒരു സെക്ലൂർഡ് ബീച്ചാണ്. നമുക്ക് ബോട്ട് പിടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് അത് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് ലിബിന് ട്രെയിൻ ഉണ്ട്, സോ അതിന് നമുക്ക് പോകാനുള്ള സമയമില്ല. ഹീസ് ഗോയിങ് ബാക്ക് ടുഡേ. ഞങ്ങൾ നാളെ രാവിലെ പോവും. ആൻഡ് ഇനി നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ബീച്ച് കഫേയും കൊടുക്കട്ടെ. എനിക്ക് സൗത്ത് ഗോവ വന്നു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ച് കഫേയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് ഒരു 5 മണി വരെ അവിടെ ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റും. രാവിലെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സോ ഹോട്ട്. അങ്ങനെ ദേ ഗോവയിലെ ഒരു ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് പോലെ ഇരിക്കുന്നു. ഒരു ബ്യൂട്ടിഫുൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പരിഷ്കാരി ഫ്രഞ്ചുകാരനെ യാത്ര പറയാൻ വന്നിരിക്കുകയാണ്. എന്തേ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യോ ട്രിപ്പ്? എൻജോയ് ചെയ്താ? അത് മതി. ഇതിപ്പോ പ്രശ്നം എന്താ അറിയോ, തിരിച്ചു വരുമ്പോ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഡ്രൈവ് ചെയ്യണ്ട്. അല്ല, ഒറ്റയ്ക്കായിരിക്കും ഫുൾ ട്രിപ്പ്. ഉറക്കമായിരിക്കുമല്ലോ, ഇരിക്കുന്നതിന് മുമ്പ് ഉറങ്ങും. അതെ, അത് എഴുന്നേറ്റൊന്നും കാണിക്കാനാ പാടുന്നത്. അപ്പൊ ഓക്കെ, ഹാഡ് എ ഗ്രേറ്റ് ട്രിപ്പ്. ഇനി അടുത്ത ട്രിപ്പിനുള്ള പ്ലാനിങ് നമുക്ക് ഇപ്പോഴേ തുടങ്ങാം. ഓക്കെ, ബൈ. കറക്റ്റ് ടൈമിന് ഞങ്ങൾ ഇന്ന് വന്നേന്ന് തോന്നിട്ട്. ഇവിടെ എന്തോ കല്യാണോ ബാൻഡോ കല്യാണം പോലെ ഉണ്ട് കേട്ടോ, ഡെക്കറേഷൻ ഒക്കെ കണ്ടിട്ട്. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഇത് കല്യാണമാണോ? അപ്പോൾ നമുക്ക് ഇന്ന് റെസ്റ്റോറൻറ്റിൽ കയറാൻ പറ്റില്ല, ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബീച്ച് സൈഡ് വെന്യൂ കൂടെ ഉണ്ട്. ഐ തിങ്ക് സോ മാരേജ് ഒക്കെ അവിടെയാണ് നടക്കുന്നത്. ഡെസ്റ്റിനേഷൻ വെഡിങ് വെക്കാൻ പറ്റിയ ഒരു ബീച്ച് വെഡിങ് ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് കയറാൻ പറ്റില്ലല്ലോ, റെസ്റ്റോറൻറ്റ് എവിടെ നിന്ന് തപ്പട്ടെ. ഡ്രീം വെഡിങ് നടക്കുവാണ് കേട്ടോ ഇവിടെ, ഡ്രീം വെഡിങ്. എന്തൊരു ലൊക്കേഷൻ അത്, ഹിന്ദിക്കാരെങ്ങാണ്ടാണ്. അവർ വന്ന് ഫുൾ ബ്ലാസ്റ്റ് ആണ്. വാട്ട് എ ഡ്രീം വെഡിങ് അല്ല. അപ്പോൾ എന്തായാലും ആരാണെങ്കിലും വിഷ് ദ ഹാപ്പി മാരീഡ് ലൈഫ്. അടിപൊളി സെറ്റപ്പ് കേട്ടോ. റൈറ്റ് ഓൺ ദ ബീച്ച് വിത്ത് എ ബ്യൂട്ടിഫുൾ ഓപ്പൺ ഗാർഡൻ. ആൻഡ് താങ്ക്ഫുള്ളി മഴയുമില്ല, രക്ഷപ്പെട്ടു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇന്ന്. എന്തൊരു പോസിറ്റീവ് വൈബുള്ള പ്ലേസാന്ന് നോക്ക്. ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. ആൻഡ് ഇറ്റ് ഇസ് റൈറ്റ് ഓൺ ദ ബീച്ച്. ഒരുപാട് ബ്യൂട്ടിഫുൾ ബീച്ച് കഫേസ് ഉണ്ട് ഇവിടെ. ദിസ് ഇസ് വൺ ഓഫ് ദം. ആൻഡ് ഫുഡിൻ്റെ അതിലൊക്കെ റേറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റേ. സൺസെറ്റ് റൈറ്റ് സ്ട്രേറ്റ് ലൈക്ക് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് തന്നെ അടിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ബ്യൂട്ടിഫുൾ വെന്യൂ ആണ്, റൈറ്റ് ഓൺ ദ ബീച്ച്.
ബീച്ച് അത് വേറെ റെസ്റ്റോറൻറ്റാ, പക്ഷെ ഇവിടുത്തെ എനിക്കൊന്നും ഭയങ്കര പോപ്പുലർ, കുറേയൊക്കെ റിസർവ്ഡ് ആണ്. ഇതുപോലെ കബാനാസ് ഒക്കെ റിസർവ്ഡ് ആണ്. അവിടെ ഊഞ്ഞാലും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ വെഡിങ് കാണാമല്ലോ, ഒന്ന് നോക്കിയിട്ട് വരാം. ആ വെഡിങ് ലൊക്കേഷൻ നോക്ക്, അവരത് അവിടെ ഇതുപോലെ വെച്ച് ബ്യൂട്ടിഫുള്ളായി ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് ചെയർസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആൻഡ് ദ ബീച്ച്. ഇതൊന്നും നോക്കുക, എന്ത് രസമല്ലേ, ഊഞ്ഞാലൊക്കെ വെച്ച്. സച്ച് എ നൈസ് പ്ലേസ്. ബീച്ചിലേക്ക് ഇറങ്ങുന്നത് തന്നെ ഒരു ഗേറ്റ് വേ പോലെ വെക്കുന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വെരി നൈസ്. സൺസെറ്റ് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം, പക്ഷെ ഗോവൻ സൺസെറ്റ് അതൊരു സംഭവം. പഠിക്ക് എത്ര വർഷം ഇത് ഞാൻ എത്ര വർഷം മുമ്പ് പറഞ്ഞ പറ. ഇല്ല അത് പറയണം. ആ 2 വർഷം മുമ്പ്. രണ്ടൊന്നും അല്ല, 3 വർഷം. ആ എന്താ ഞാൻ പറഞ്ഞത്? ഇങ്ങനത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ് കാണണം. ഇതേ കണ്ടോ, കൂടണം എന്നാ ഞാൻ പറഞ്ഞത്, കാണണം എന്നല്ല. ചോദിച്ചു നോക്കാം. പോയി ചോദിക്ക്. ഓക്കെ, എന്ത് സംഭവം അടിപൊളി അല്ലേ, ഒരു ഫീല് തന്നെ. ഒത്തിരി ആൾക്കാരും ഇല്ല, എല്ലാം അടുത്തറിയാവുന്നവര് മാത്രം. അതെ, നമ്മള് നടത്തുമ്പോ ഇത്രയും പോലും പറ്റില്ല ആൾക്കാര്. അടിപൊളി. 2 വഴിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു. അന്ന് ഈ ഒരു ബോധം ഇല്ലായിരുന്നു. പൊളി ഷോട്ട്. ഞാൻ വീണത് എടുത്തില്ല, അതൊന്നും ചെയ്യില്ല. പക്ഷെ എന്തൊരു വൈബാ അല്ലേ, ലൈറ്റ്സും വന്ന് പ്രിയ ശരിക്കും എൻജോയ് ചെയ്യും. പറ്റിയ സ്ഥലമാ. DJ ഉണ്ട്, അതെ, ഡാൻസിങ് ഉണ്ട്, ബീച്ച് ഉണ്ട്. ഇതിനൊക്കെ വെറുതെ വിടാം, ഒരു കുഴപ്പമില്ല, സേഫ് ആണ്. ഒന്നും നോക്കണ്ട നമ്മള്. അടിപൊളി കേട്ടാ. ലുക്ക് അറ്റ് ദ ബ്യൂട്ടിഫുൾ സൺസെറ്റ്, ലാസ്റ്റ് ഗോവൻ സൺസെറ്റ്. നോക്ക്, പ്രോപ്പർ വിയറ്റ്നാമീസ് കോഫി, നല്ല കിട്ടിലൻ കോൾഡ് കോഫി, നല്ല. ഇത് ഭയങ്കര പോപ്പുലർ ആണ്. ഇത് നോക്കാം, ഗാർലിക് ക്രീം ബൺ ആണ്, കൊറിയൻ ഗാർലിക് ബൺ ആൻഡ് പെർഫെക്റ്റ് സൺസെറ്റ്. വാട്ട് എ പ്ലേസ്. അടിപൊളി കേട്ടോ. ലാസ്റ്റ് ഡേ ഓൾസോ ടോട്ടലി എൻജോയ് ദ സൺസെറ്റ്. എന്തൊരു ആംബിയൻസ് ആണ് നോക്ക്. ബട്ട് ജെഫ്രിൻ പറഞ്ഞ പോലെ തിരക്ക് കണ്ട ആ ഒരു ഏരിയ വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തിരക്കില്ല. ഇതൊക്കെ ക്രൗഡ് കൊണ്ട് നിറയേണ്ട സ്ഥലമാണ്. ഇവിടെ ഫയർ ഡാൻസും അങ്ങനെയൊക്കെ പരിപാടി കാണും. ബട്ട് ദാറ്റ്സ് വാട്ട് ഞാൻ പറഞ്ഞില്ലേ, ഗോവ ഇസ് ഓൺ എ ഡൗൺഫോൾ. ആൻഡ് പക്ഷേ ഞാൻ പറയട്ടെ, കഫേസ് ആൻഡ് ഓൾ നോ ഇന്റർനാഷണൽ ലെവലാണ്, ഒന്നും പറയാനില്ല. യു ലുക്ക് അറ്റ് ദിസ്, നിങ്ങളെ സ്ക്രീൻ ഇത് TV കണ്ടു നോക്ക്, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. വേൾഡിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസും സെറ്റിങ്സും ഈ റേറ്റിലൊക്കെ കിട്ടുള്ളൂ. ഇത് റേറ്റും വലിയ കൂടുതലല്ല. ഫുൾ കോഫിക്ക് 250 രൂപ. പിന്നെ അതെ, നമ്മുടെ അവിടുത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക, നമ്മൾ വിളിക്കണ ഇതാക്കാൻ വേണ്ടിട്ട്. അപ്പൊ തന്നെ അതെ, നല്ല സർവീസ്. ഞാൻ സത്യം പറയട്ടെ, ഗോവയില് ഇത്രയും ചീപ്പായിട്ട് നമ്മൾ 3 ദിവസം വന്നില്ലേ, കഴിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോ മെനു അവര് റീവർക്ക് ചെയ്തോണ്ടല്ലേ, മെനു റിയൽ ആയിട്ട് ചെയ്യാണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോ റേറ്റ് കുറച്ചായിരിക്കും, എല്ലായിടത്തും അഫോർഡബിൾ ചെയ്യാൻ പറ്റൂലല്ലോ. ആൾക്കാർ പറഞ്ഞു റേറ്റ് കുറയും. എന്തായാലും അടിപൊളി. പക്ഷെ ഹോട്ടൽസിന് റേറ്റ് കുറച്ചിട്ടില്ല, താമസം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോഴും തിരിച്ച് കാറിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് കാറൊന്ന് ചാർജ് ചെയ്യണം, അത് കഴിഞ്ഞ് രാത്രി എന്തെങ്കിലും കഴിക്കണം, അതൊക്കെ കാണിച്ചു തരാം. പക്ഷേ ഇവർ ഓരോ സ്ഥലത്തും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയാലേ നല്ല ഫുഡ് കിട്ടും. നമ്മൾ ആ തട്ടിക്കുട്ടിയുള്ള ഷാക്സിൽ പോയില്ലേ ഫസ്റ്റ് ഡേ, അത് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് അങ്ങനത്തെ ഒരു ഷാക്കിലും പോകരുത്. ഇതുപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഷാക്കിൽ പോവാ. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ആ തട്ടിക്കുട്ടിയുള്ള ഷാക്കിനെ കാട്ടി റേറ്റ് കുറവ്. അതെ, മറ്റടുത്താണ് മെനു ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ തോന്നിയ റേറ്റാ. അതെ, സത്യം ഭയങ്കരമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോവുക, ബീച്ച് എൻജോയ് ചെയ്യാൻ. നമുക്ക് നല്ല സർവീസ് ആയിരിക്കും, നല്ല ഫുഡ് ആയിരിക്കും, ആൻഡ് വേർത്തും ആയിരിക്കും പൈസയ്ക്ക്. ഞങ്ങളിതേ കാറ് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചു. റോയൽ ഓർക്കിഡ് ആൻഡ് സ്പാ ആണ്. സച്ച് എ നൈസ് സ്പേസ്, നല്ല പൂള്, അവിടെ തൊട്ട് ബാക്കിൽ ബീച്ചാണ്. ആൻഡ് ഇവിടെ ഒരു മറ്റേ പൂൾ ബാർ ഉണ്ട്. ഫാമിലി ക്രൗഡിന് വേറൊരു കാര്യം അറിയോ, ഇവിടെ ക്രിക്കറ്റ് പിച്ച് ഉണ്ട്. അവിടെ ഫാമിലി ആക്ടിവിറ്റീസിൽ ക്രിക്കറ്റ് പിച്ച്, എനിക്കറിയില്ല, നെറ്റ് പോലത്തെ ഒരു ഇൻഡോർ നെറ്റ് അല്ല, ഒരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ട് അത്യാവശ്യം. ബോക്സ് ക്രിക്കറ്റ്, ടർഫ് ക്രിക്കറ്റ്. ഇവിടെ വന്ന് ബീച്ച് സൈഡിൽ ക്രിക്കറ്റും കളിച്ച് നേരെ ഒന്ന് ഫ്രഷായി പൂളി ചാടി, നല്ല റൂംസാ. ഫീൽ ആയിരിക്കില്ലേ? ഞാൻ സെറ്റാക്കും അത്. മീൽ ഞാൻ പണ്ട് ഫസ്റ്റ് ടൈം ഗോവയില് ഇന്ദിരേട്ടനൊക്കെ ആയിട്ടാ വന്നേ. അന്ന് ഇവർക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ അല്ലാന്ന് തോന്നുന്നു, വേറെ എവിടെ ഒരു ചെറിയ ബ്രാഞ്ച്. ഇന്ന് 7 ബ്രാഞ്ചും കണ്ട. ഹിഡൻ ജെം പോലെ ഉണ്ട്. ബർഗർ ഫാക്ടറി എന്നാണ് പേര്. ബർഗേഴ്സ് കഴിച്ച് നമ്മുടെ ഗോവൻ ട്രിപ്പ് അവസാനിപ്പിക്കുക. നല്ല ഒരു ഏരിയ ആണ് കേട്ടോ. ഭയങ്കര ഒരു ഉള്ളിലേക്ക് പോയിട്ട്, നെരുൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, ഉള്ളിലേക്ക് പോയിട്ട് ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ് ബർഗർ ഫാക്ടറി. വിശപ്പില്ലല്ലോ? സത്യമായിട്ടില്ല. അപ്പോൾ പാഴ്സൽ മേടിക്കാം. ഓക്കെ,
ഞാൻ ഇവിടുന്ന് കഴിക്കുക. സോ ബർഗർ ഫാക്ടറി എന്ത് രസമാണ് നോക്കി ഇവിടെ എൻട്രൻസ്. ശരിക്കും ഒരു പഴയ പോർച്ചുഗീസ് വീട് പോലെയാണ്. ആൻഡ് നമുക്കിവിടെ ഒരു ബുട്ടീക്ക് പോലത്തെ സെറ്റപ്പാന്ന് തോന്നുന്നു. കാരണം ബർഗേഴ്സ് ഉണ്ട്, കുറച്ച് ഡ്രസ്സസ് ഉണ്ട്, ഡിസേർട്ട്സ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ നൈസ് മ്യൂസിക്. അടിപൊളി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് ആണ് ബർഗറിൻ്റെ. എനിക്കൊന്നു ജസ്റ്റ് ഫീൽ ലൈക്ക് ഒരു റിസോർട്ട് ഡൈനിങ് ഏരിയ പോലെയുണ്ട്. ആൻഡ് നല്ല ലൈറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ, വെരി നൈസ്. നല്ല കിട്ടുന്ന മെനു ആണ്. ദേ ഹാവ് ബീഫ് ബർഗേഴ്സ്, പോർക്ക് ബർഗർ, ഒരു പ്രീമിയം പോർക്ക് ബേക്കണാണ് ഉപയോഗിക്കുന്നത്. ഫുൾ പോർക്ക് ബർഗേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു സ്മോക്കറൊക്കെ ഉണ്ട്. ദെൻ ബർഗർ ബോൾസ്, ഡ്രിങ്ക്സ്, കോക്ടെയിൽ, മോക്ടെയിൽസ്, ടക്കീലാസ്, ജിൻസ്. ആൻഡ് യു ക്യാൻ സിറ്റ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് നേരം ഇതിന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ഇവിടെ അല്ലേ. സെറ്റപ്പ് സ്ഥലം. സോ എനിക്ക് ഐ കാൺ ഗെറ്റ് ഓവർ ദിസ് പ്ലേസ്. എന്ത് രസമാണ് നോക്കി. ബ്യൂട്ടിഫുൾ ഡൈനിങ് സ്പേസ്. അപ്പുറത്തൊക്കെ മറ്റേ വാഴയും ഗ്രൗണ്ട് പോലെയാണ്. അവിടെ ഒരു ബാർ കൗണ്ടർ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഈ സൈഡിലൊക്കെ ചെടികളാണ്. ആൻഡ് ലുക്ക് അറ്റ് ദ ലൈറ്റിംഗ്. എന്ത് രസമാണ് നോക്കി, ഇത്രയും ബൾബ്സ് ഇട്ട് കഴിയുമ്പോൾ. അടുത്തേക്ക് പോകുമ്പോഴത്തേ ഇതുപോലത്തെ ഒരു ബാർ കൗണ്ടർ. ഐ ലവ് ആംബിയൻസ്. പണ്ടൊന്നും എനിക്കത് ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. ബട്ട് നൗ ഐ ട്രൂലി എൻജോയ് ഡൈനിങ് ഇൻ സച്ച് ഗുഡ് സ്പേസസ്. പിന്നെ ഫ്രണ്ടിൽ പോകുമ്പോൾ നല്ല കിഡിലിന് ഒരു കോഫി സ്പേസ് ഉണ്ട്. കോഫി നല്ല എക്സ്പ്രസോയും അമേരിക്കാനും ഒക്കെ നല്ല രീതിയിൽ തന്നെ കോഫി ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇത് നല്ല കിഡിലൻ ഡ്രസ്സസ്. നല്ല എനിക്കത് ഏതൊരു ബ്രാൻഡഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ക ഒരു ഗോവൻ വൈബുള്ള വെസ്റ്റേൺ, ഇൻഡോ വെസ്റ്റേൺ ആയിട്ടുള്ള ഷർട്ട്സും ഡ്രസ്സസും ഒക്കെ ഉണ്ടോ. വെരി ലൈറ്റ് വെയിറ്റ് ആണല്ലോ ഇത്. 2300. നല്ല രസമുണ്ട്, ബ്യൂട്ടിഫുൾ. ഇതാണ് റെസ്റ്റോറൻറ്റ് ടൂറ്. അതുപോലെ തന്നെ ഇത് ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറിങ്ങും. ബാത്റൂമിൽ ഉരുളിയാണ് ടാപ്പായിട്ട് വാഷ് ബേസിനാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളി ഒരു ഏരിയ ഒക്കെ. എപ്പോഴും കണ്ടിട്ട് തന്നെ ഞെട്ടി. എനിക്ക് ഇതുകൊണ്ടാണ് അന്ന് ഭയങ്കര ഓർമ്മ. അത്രയും വലിയ, അന്നും ഇത്രയും വലിയ ബർഗേഴ്സ് ആയിരുന്നു. ഇതിപ്പം ഈ പ്രൈസിന് ഭയങ്കര പ്രീമിയം ഇൻഗ്രീഡിയന്റ് അവർ ഉപയോഗിക്കുന്നത്. Look at the burger. It's just the softest bun, buttered bun. ഇതിൽ ഡബിൾ ബേക്കൺ, ബീട്രൂട്ട്, ചീസ്, ഹൈ ക്വാളിറ്റി പോർക്ക് ബേക്കൺ ഇതൊക്കെ ഇട്ടാണ്. ആൻഡ് സം ബ്യൂട്ടിഫുൾ ഹോം മെയ്ഡ് ചിപ്സ് ആണ്. അടിപൊളി. നമുക്ക് ഇവര് ഇത് തന്നെ സെർവ് ചെയ്യുന്നുണ്ടോ? മൺചട്ടിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. സോസ് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അടിപൊളി. Look at the burger. Look at how juicy it is. Look at the meat quality. നോക്ക് ജ്യൂസ് വരുന്നുണ്ടോ? Oh, absolutely high quality ingredients. നമ്മുടെ കേരളത്തിലെ ബർഗേഴ്സ് ആക്ച്വലി ആർ അമേസിങ്. സോ ആ ലെവൽ ബർഗേഴ്സ് വേറെ ഇന്ത്യയിൽ എവിടെ കിട്ടാനും പാടാം. ബാംഗ്ലൂർ എവിടെ പോയാലും കിട്ടില്ല. ബട്ട് ദിസ് ഇസ് ആ ലെവൽ ക്വാളിറ്റി കിട്ടുന്നതാണ്. മേ ബി ദ ബെസ്റ്റ് ബർഗർ പ്ലേസ് ഇൻ ഗോവ. അമേസിങ്. വാട്ട് എ വേ ടു എൻഡ് ഗോവ. കണ്ടാലും മനസ്സിലാവും. ഇതിൽ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളിയാണ്. മസ്റ്റ് പ്ലേസ്. ഗൈസ്, സോ അങ്ങനെ ഞങ്ങളുടെ 3 days ഇൻ ഗോവ കെയിം ടു വണ്ടർഫുൾ എൻഡ്. നമുക്ക് എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പേഴ്സണലി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഗോവയുടെ ടൂറിസം ഹാസ് ഡിക്ലൈൻഡ് എ ലോട്ട്. ആൻഡ് ലോക്കൽസ് ആർ എ ബിറ്റ് ഹോസ്റ്റൈൽ എനിക്ക് തോന്നുന്നു. അവർ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ടാക്സീസ് നമുക്ക് സ്വന്തം വണ്ടിയില്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ബട്ട് ബിക്കോസ് ഗോവ ഇസ് ലെസ്. പക്ഷേ ഹോട്ടൽസ്, ഞാൻ വീണ്ടും പറയാം, ഹോട്ടൽസിൻ്റെ റേറ്റിന് ഒരു കുറവുമില്ല കേട്ടോ. ബട്ട് ഐ തിങ്ക് സോ നമുക്ക് അധികം ക്രൗഡഡ് അല്ലാത്തൊരു ഡെസ്റ്റിനേഷൻ ഗോവ എനിക്ക് ഇതുവരെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിസിറ്റ് ആയിരുന്നു ഇത്. ബിക്കോസ് ഓഫ് ദ ലെസ് ക്രൗഡ്. സോ ഞാൻ പോയ സ്ഥലങ്ങളുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, താമസിച്ചതും എല്ലാമായിട്ട്. ഇഫ് ഇൻട്രസ്റ്റഡ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നാളെ ബാക്ക് ടു മാംഗ്ലൂർ വഴി കൊച്ചിയിലാണ്. പറ്റുമെങ്കിൽ മാംഗ്ലൂർ ഒരു ദിവസം നിന്ന് മാംഗ്ലൂരിൽ കുറേ ഹൈപ്ഡപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. സോ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി ഇൻ മാംഗ്ലൂർ. സോ അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.